നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. അരൂർ വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. മെയ് 5 നടക്കുന്ന സെമിനാർ ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിൽ സാധ്യത അതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അത് ഈ 5-ാം തീയതി മെയ് 5 നമ്മുടെ പാലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെമിനാറാണ്. മറ്റ് വിദഗ്ധരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും അവിടെയുണ്ട്. MLA-മാർ, ചിത്രങ്ങൾ സഹാവും, പിന്നെ സലാമും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ മത്സ്യോൽപ്പന്ന കയറ്റുമതി മേഖലയിലുള്ള സംസ്കരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ടാവും, കൃഷിക്കാരുണ്ടാവും, കർഷക സംഘങ്ങളും മറ്റ് ഈ ഒരു ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന അനുബന്ധ തൊഴിലാളികൾ അതിൻ്റെ ഫെഡറേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സെമിനാറാണിത്. അപ്പോൾ ഈ വനാമി, അതായത് വർഷങ്ങളായിട്ട് നമ്മുടെ പാടശേഖരങ്ങൾ, വർഷങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്ന പാടശേഖരങ്ങൾ, അതിനെ എടുത്തുകൊണ്ട് പാടശേഖര സമിതിയുടെ അനുമതിയോടുകൂടി കൃഷി നടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുവാനും, അത് കൂടാത്ത സ്ഥലങ്ങളിൽ, അതായത് 10 വർഷമായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്നു, അത് ചെയ്യുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, പാടശേഖരങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് അവിടെ വനാമി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇന്ന് തൊഴിലാളികളുടെ, കാരണം ഈ പാടശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിനും കിടക്കുന്ന തൊഴിലാളികൾക്ക്, അത് മത്സ്യത്തൊഴിലാളികളാകട്ടെ കർഷക തൊഴിലാളികളാകട്ടെ, അവർ വളരെയധികം പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അരൂർ വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ മെയ് 5 ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർപേഴ്സൺ ദലീമ ജോജോ MLA അധ്യക്ഷയാവും. MLA-മാരായ PP ചിത്തരഞ്ജൻ, സലാം, മുനമ്പി, അഡ്വക്കേറ്റ് A മാരിഫ് എന്നിവർ പങ്കെടുക്കും. കേരളത്തിലെ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗവും മത്സ്യ സംസ്കരണ മേഖലയും ഇതുവരെ ഉണ്ടാവാത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ചെമ്മീൻ, കണവ തുടങ്ങി കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യസമ്പത്തിൻ്റെ ലഭ്യതക്കുറവും ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനാമി ചെമ്മീൻ്റെ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി മത്സ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ 1-ാം സ്ഥാനമുണ്ടായിരുന്ന കേരളം 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മേഖല പ്രദാനം ചെയ്തിരുന്ന തൊഴിലും വരുമാനവും കുത്തനെ ഇടിഞ്ഞു. ആഗോളതാപനത്തിൻ്റെ ഭാഗമായി കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും ഇന്ത്യയിലെ കടലിൽ നിന്നും പിടിച്ചെടുക്കുന്ന മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിൽ അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കേരളത്തിലെ കയറ്റുമതി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. വനാമി ചെമ്മീൻ ഉൽപ്പാദനവും മത്സ്യകൃഷിയും നടത്തി ആന്ധ്ര, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഉൽപ്പാദന മാതൃക കേരളം പിന്തുടർന്നാൽ തന്നെ ഈ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. വനാമി ചെമ്മീൻ ഉൽപ്പാദനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് സെമിനാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സ്വാഗത സംഘം ചെയർപേഴ്സൺ ദലീമ ജോജോ MLA, മത്സ്യാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി U രാജ്മോൻ, കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VJ സാൽവിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.